மகிழ்ந்து களிகூறு, கர்த்தர் பெரிய காரியங்களை செய்வார். யோவேல் 2:21. For the Lord will do great things. Joel 2:21. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே மீண்டும் ஒருமுறை கூட காட் கோஸ் மினிஸ்ட்ரிஸ் மூலமாக இந்த கால வேளையில் உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். ஆண்டவருடைய பெரிதான கிருபையினாலே 6 மாதங்களை கடந்து 7வது மாதத்தினை காண செய்த தேவனுக்கு கோடான கோடி ஸ்தோத்திரமும் கனமும் மகிமையும் உண்டாவதாக. கடந்த நாட்களிலே தேவனாகிய கர்த்தர் நாம் அனுபவித்த பாடுகளை அறிந்திருக்கிறார். அதை தாங்க பலனையும் தந்திருக்கிறார். அதனால் உண்டான மகிமையையும் மேன்மையையும் வரப்போகிற நாட்களில் நமக்கு நிச்சயமாக உண்டாக போகிறது. நம்முடைய சூழ்நிலைகள், தனிப்பட்ட வாழ்க்கையில் இருக்கிற நெருக்கங்கள் ஒரு விதத்தில் அழுத்தி கொண்டிருக்கலாம். ஆனாலும் தேவனுடைய வார்த்தை சொல்லுகிறபடியே கர்த்தர் ஏற்ற காலத்தை வைத்திருக்கிறார். அந்த ஏற்ற காலத்தை இந்த நாட்களிலே நாம் நிச்சயம் காணப்போகிறோம். என்னோடு சேர்ந்து தேவனை நம்பி அவருடைய நாமத்தினாலே காத்திருங்கள். நிச்சயம் வெற்றி சிறப்போம். கர்த்தருடைய முழுமையான ஆசீர்வாதங்களை பரிபூர்ணமாக பெற்றுக்கொள்ள நீங்கள் ஆயத்தமுள்ளவர்களாக இருப்பீர்கள் என்று விசுவாசிக்கிறேன். கர்த்தர் தாமே இந்த மாதத்திலே நம்மையும் நம் குடும்பத்தினரையும் வெற்றி சிறக்க செய்வாராக. ஆமென். കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രഭാതത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. വിശേഷാൽ ഗാഡ് ഹോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ഈ പ്രഭാതത്തിലെ തിരുവചന സത്യത്തിന്റെ മർമ്മഭാഗങ്ങൾ ചിന്തിപ്പാനും അതൊക്കെ ധ്യാനിപ്പാനും ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗാഡ് ഹോസ് മിനിസ്ട്രിയുടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള എല്ലാ അഭിഷിക്തന്മാർ, പ്രാർത്ഥനാ വീരന്മാർ, പോരാളികൾ, സഭയിലെ കാര്യങ്ങൾ കൈകാര്യം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാനമുള്ള അഭിഷിക്തന്മാർക്കും, എല്ലാ പ്രയർ ഗ്രൂപ്പുകൾക്കും പ്രയർ സെല്ലുകൾക്കും അതിലെ ലീഡേഴ്സുമാർക്കും, വിശേഷാൽ ബഹുമാനമുള്ള ഡോക്ടർ തോമസ് അവർകൾ, തൻ്റെ കുടുംബം, തൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള എല്ലാ അഭിഷിക്തന്മാർ, ഗാഡ് ഹോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ഇന്ത്യയുടെ ഉടനീളം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികൾ, എല്ലാ ബഹുമാനമുള്ള പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രഭാതത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. കണ്ണുനീരും കഷ്ടതയൊക്കെയായിരുന്നു എങ്കിലും ദൈവം നമ്മളെ എന്നയോളം പരിപാലിച്ച വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ ബഹുമാനമുള്ള കുടുംബങ്ങൾക്കും, ഈ ശബ്ദം കേൾക്കുന്ന ജാതി, മത, ഭേദ, വർണ്ണ, വർഗ, സഭാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഒരു മാസത്തിൻ്റെ ഒരു ദിവസം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടിയാക്കിയല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചുരുങ്ങിയ നിമിഷങ്ങൾ ഒരു വചനത്തിൻ്റെ മർമ്മഭാഗം നമുക്കൊരുമിച്ച് ചിന്തിപ്പാനൊക്കെ ദൈവം അവസരം ഒരുക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം. അതിനായി പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന വേദഭാഗം 118 അധ്യായത്തിൽ സങ്കീർത്തനങ്ങൾ 118 അധ്യായം അതിൻ്റെ 6ാമത്തെ വേദഭാഗം. സങ്കീർത്തനം 118 അതിൻ്റെ 6ാമത്തെ വേദഭാഗം നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഒരിക്കൽ കൂടി സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 6ാമത്തെ വേദഭാഗം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഇത് പക്ക വേദഭാഗമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ
സങ്കീർത്തന വേദഭാഗമാണ്. പക്ഷെ വാക്യം നമ്മളെ പഠിപ്പിച്ചത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ സഭകളെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ കുടുംബജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ എന്തും ചെയ്യാൻ തൽപരരായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്ന, എന്തിനെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അപ്പൊ ചോദ്യം, വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ഒരുപക്ഷെ നമ്മുടേതായ ചിന്തയിൽ, നമ്മുടേതായ ജീവിത രീതിയിലൊക്കെ നമ്മൾ ഇതിനെ പഠിച്ചാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ ഒത്തിരി മനുഷ്യരുണ്ട്, സഹായമല്ല. ആമേൻ. നമ്മുടെ പ്രശ്ന പരമ്പരകൾ ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മളോട് എത്രയോ മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ, പാസ്റ്റർ, ഞാൻ സഹായിക്കാം, ഞാൻ കൂടെ വരാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു കോൾ ചെയ്താൽ മതി. നിങ്ങൾ കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ വീട്ടിന് ഉമ്മറത്ത് ഞാൻ ഉണ്ടാകും. എത്രയോ മനുഷ്യർ നമ്മോട് പാഴ്വാക്ക് പറഞ്ഞു. നമ്മുടെ പ്രശ്നത്തിൽ, കണ്ണുനീരിലും ദാരിദ്ര്യത്തിലും കട്ടതയുടെ നടുവിൽ അവരെ നമ്മെ വിട്ട് ടാറ്റ പറഞ്ഞു പോയി. അവർ മരിച്ചു എന്നല്ല പറയുന്നത്, അവർ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ആമേൻ. അതാ തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്, മനുഷ്യർ എന്തും ചെയ്യും. ഈ പ്രഭാതത്തിൽ നമ്മോട് മനുഷ്യൻ എന്തും ചെയ്യും. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദുഷ്ചിന്തകളും ദുർവിചാരങ്ങളും മറ്റൊരു മനുഷ്യനെ തകർപ്പാൻ തക്കവണ്ണം, മറ്റൊരു കുടുംബത്തെ തകർപ്പാൻ തക്കവണ്ണം, പ്രാർത്ഥനയെ തകർപ്പാൻ തക്കവണ്ണം, ആരാധനയെ ഉടച്ചു കളയാൻ തക്കവണ്ണം മനുഷ്യൻ എന്തും ചെയ്യും. ഹല്ലേലൂയ. ആ 118 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വേദഭാഗം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 9-ാമത്തെ വേദഭാഗം, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നാൽ നമ്മുടെ ബന്ധുക്കളെയും ചർച്ചക്കാരൊക്കെയും നാം കൂടെ കൊണ്ടു നടക്കും. കൂടെ പഠിച്ചവരെ കൂടെ കൊണ്ടു നടക്കും, അയൽക്കാരനെ കൂടെ കൊണ്ടു നടക്കും, സ്നേഹിതനെ കൂടെ കൊണ്ടു നടക്കും. തിരികെ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് കർത്താവിനെ കൂടെ കൊണ്ടു നടക്കാം. ചതിക്കാത്ത, ഓടിക്കളയാത്ത, നമ്മെ വിട്ട് പിരിയാത്ത, നമ്മുടെ കഷ്ടതയിൽ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ നമ്മോട് ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തരായി നിൽക്കുമ്പോൾ തന്നെ മറവിടവും ഉപനിധിയുമായി, നമ്മുടെ പാറയായി, 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വേദഭാഗം ആരംഭിക്കുന്നത് പോലെ അവർ നമുക്ക് മറവിടവും ഉപനിധിയുമായിരിക്കും. ഹല്ലേലൂയ. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തടുക്കുവാൻ, തരണം ചെയ്യുവാൻ കെൽപ്പുള്ള കർത്താവ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ചിന്തിക്കാമോ? മനുഷ്യന്റെ കൂട്ട് നമുക്ക് വിടാം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെ വിടണമെന്ന കാര്യമല്ല, സഭയുടെ വിശ്വാസികളെ വിടണമെന്ന കാര്യമല്ല, അയൽവക്കക്കാരനെ വിടണമെന്ന കാര്യമല്ല, മക്കളെ മാറ്റി നിർത്തണം, മരുമക്കളെ, കൊച്ചുമക്കളെയൊക്കെ മാറ്റി നിർത്തണമെന്നല്ല. യേശുവില്ലാത്ത, വചനമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, മാനസാന്തരമില്ലാത്ത, കുടുംബജീവിതമില്ലാത്ത, നല്ല ഹൃദയമില്ലാത്ത മനുഷ്യനെ മാറ്റി നിർത്താം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേദവാക്യം നമ്മൾ പഠിച്ച 8-ാമത്തെ വേദഭാഗം, മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, സഹോദര കുടുംബങ്ങളെ, അഭിഷിക്തന്മാരെ,
മിനിസ്ട്രിമാരെ സഭകൾ നയിക്കുന്ന ബഹുമാന്യമുള്ള കുടുംബങ്ങളെ, എന്തുമാത്രം കട്ടതയും എന്തുമാത്രം സഹിഷ്ണുതയും സഹിച്ചുകൊണ്ട് ഇന്ന പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്താൻ പറ്റും. ഹൃദയത്തിന്റെ വിങ്ങലുകളെയും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെയും അറിയുന്ന കർത്താവ്, നമ്മുടെ പ്രതിസന്ധികളിൽ മേൽ തരണം ചെയ്യുവാൻ കെൽപ്പ് തരുന്ന, ആത്മാവിന്റെ ബലം തരുന്ന കർത്താവിനെ പ്രഭാതത്തിൽ മുറുകെ പിടിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വേദഭാഗം നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിലേക്ക് അയക്കുന്നതുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന നിത്യത വരെയും നമുക്കങ്ങനെ ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. അവന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം പുറകോട്ടുള്ള, വലത്തോട്ടുള്ള, ഇടത്തോട്ടുള്ള പാതകളിൽ നമ്മൾ പോകാതിരിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് നമുക്കൊരു ദൂതനെ കൽപ്പിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഒരാമേൻ പറയാമോ? അത്ര അരുമനാഥനെ വിട്ടുപിരിഞ്ഞ് നമുക്ക് മനുഷ്യനെ എത്രമാത്രം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും? കൂട്ടു സ്നേഹിതനെ എത്രമാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും? ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തുമാത്രം നമ്മൾ ആശ്രയം വെച്ചു മനുഷ്യരിൽ, എന്തുമാത്രം സഹപാഠിയിൽ നമ്മൾ ആശ്രയം വെച്ചു, എത്രമാത്രം ടീമുകളിൽ നാം ആശ്രയം വെച്ചു, എത്രമാത്രം ഗാങ്ങുകളിൽ നമ്മൾ ആശ്രയം വെച്ചു, പരാജയപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ നാം ഓരോരുത്തരും പരാജിതരായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ, നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം. നമ്മുടെ ഈ പ്രശ്നത്തിന്റെ മധ്യേ, ഈ പ്രതിസന്ധിയുടെ മധ്യേ, കടഭാരത്തിന്റെ മധ്യേ, ഈ ദാരിദ്ര്യത്തിന്റെ മധ്യേ, സകലത നഷ്ടപ്പെട്ടതിന് മധ്യേ അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, അവൻ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കർത്താവത്രേ. സദൃശവാക്യങ്ങൾ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വേദഭാഗം. നിന്റെ എല്ലാ വഴികളിലും അവനെ കുറിച്ച് ഓർത്തുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ എല്ലാ വഴികളിലും യേശുവിനെ കുറിച്ച് ഓർത്തുകൊള്ളുക. ആ അരുമനാഥന് നമ്മുടെ പാതകളെ നേരെയാക്കും, ചൊവ്വുള്ളതാക്കി തീർക്കും. മുള്ളും പറക്കാരും നിറഞ്ഞ ജീവിതയാത്രയിൽ കല്ലുപിറക്കി മുള്ളുമാറ്റി നമുക്ക് നിരപ്പായ വൃത്തിയുള്ള ധൈര്യമുള്ള പാത തരുന്നതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളാം, ഓർത്തുകൊള്ളാം, ചിന്തിക്കാം, സ്തോത്രം ചെയ്യാം. മനുഷ്യന് നമുക്ക് ടാറ്റ പറയാം. അപ്പൊ ചോദിക്കാം, എന്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ? യെസ്, ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യർ തന്നെയാണ് നാം. പക്ഷെ ആത്മീക ജീവിതമില്ലാത്തവന്റെ ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവില്ലാത്തവന്റെ ഹൃദയത്തിൽ, വചനമില്ലാത്ത ആളിന്റെ ഹൃദയത്തിൽ, ദൈവത്തെ ഭയമില്ലാത്തവന്റെ ഹൃദയത്തിൽ, വേദവാക്യങ്ങൾ നിരസിച്ച് കളയവന്റെ ഹൃദയത്തിൽ ദുഷ്ടത നുരഞ്ഞു പൊങ്ങും. കൈപ്പേറിയ ദുഷ്ടത നുരഞ്ഞു പൊങ്ങും. ഓർത്തുകൊള്ളുക, പ്രാർത്ഥനാ ജീവിതത്തെ തകടഞ്ഞു കളയുന്ന, നിന്റെ കുടുംബത്തെ തകർക്കാൻ തീരുമാനിക്കുന്ന ദുഷ്ടത നുരഞ്ഞു പൊങ്ങും. ആമേൻ, ഹല്ലേലൂയ. പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ മാസത്തിന്റെ അവസാന നാളുകൾ നാം പിന്നിടുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മാസം നമ്മെ വിട്ട് ടാറ്റ പറയും. പുതിയ മാസത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്നയോളം നടത്തിയ കർത്താവിനെ
ഈ രാവിലെ ഒന്ന് ഓർത്തുകൊള്ളുക. കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ കർത്താവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർത്തുകൊള്ളുക്കാം. ലോകത്ത് നോക്കാമെങ്കിൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുത്തൊഴുക്കാണ്. ഇന്ന് വരെ മെഡിസിൻ പോലും കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ, പ്രതിസന്ധികൾ, കേസുകൾ, വഴക്കുകൾ, സഭകൾ അടയ്ക്കപ്പെടുന്നു, ചില സഭകൾ തുറക്കപ്പെടുന്നു. ഒരു വിഭാഗം ഉല്ലസിക്കുന്നു, മറ്റൊരു വിഭാഗം കട്ടതയിലും കണ്ണുനീരിലും പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം. ആമേൻ. അവൻ നമ്മുടെ ഉപനിധിയാണ്, നമ്മുടെ മറവിടമാണ്, നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. ഒരുമിച്ച് പറയാം, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. ഒരിക്കൽ കൂടെ, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വഴിയിൽ നമുക്ക് നടക്കാം. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ ബഹുമാന്യമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജീവിത പ്രതിസന്ധിയിലായിരുന്നാലും ശരി, യേശു കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയാണോ, പ്രശ്നങ്ങളാണോ, പ്രതിസന്ധികളാണോ, കണ്ണുനീരാണോ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയാണോ, വീടിന് വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാണോ, കടം മേടിച്ചിട്ട് തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാണെന്ന് ഭാരപ്പെടേണ്ട. അതിനുള്ള വഴികൾ ദൈവം തുറക്കും. ആദ്യം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കൊള്ളുകയും. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വേദഭാഗം ആരംഭിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. മനുഷ്യന് നമ്മോട് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ? യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ഈ നല്ലിടയിൽ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ഈ അരുമകർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ ചാരത്തിരുന്നാലും ദൂരത്തിരുന്ന നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ് ഉള്ളപ്പോൾ മനുഷ്യൻ നമ്മോട് എന്തു ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. 118-ാം സങ്കീർത്തനം 8-ാമത്തെ വേദഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പഞ്ചായത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കോർപ്പറേഷനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നേതാക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അയൽവക്കക്കാരനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ഉപനിധിയും അവൻ നമ്മുടെ മറവിടവും അവൻ നമുക്ക് നല്ലിടയനുമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കട്ടതയിൽ കൂടിയിരിക്കുന്ന, നമ്മെ മകനെ മകളെ എന്ന് വിളിക്കുന്ന, നമ്മുടെ ചാരത്തിന് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, നമ്മുടെ കട്ടതയിൽ കൂടെയിരിക്കുന്ന, വഴികൾ കാണിച്ചു തരുന്ന, നമ്മൾ കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിഞ്ഞ് നമ്മുടെ കണ്ണുനീര് തുടച്ച് തുരുത്തിയിലാക്കി മറുപടി തരാൻ കെൽപ്പുള്ളൊരു കർത്താവിനെ ഈ പ്രഭാതത്തിൽ ഓർത്തുകൊള്ളുക. ആമേൻ. നിത്യത വരെയും കൊണ്ടുപോകുന്നതിന് വേണ്ടി, സമാധാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നതിന് വേണ്ടി, സന്തോഷം സമാധാനം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നതിന് വേണ്ടി നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗാഡ് ഹോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ എൻ്റെ അഭിഷിക്തന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യമുള്ള കുടുംബങ്ങളെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ നിങ്ങളോട് വിനയ പുരസ്കാരം അപേക്ഷിക്കുന്നു. നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് അത്ഭുതം ചെയ്യുന്ന കർത്താവത്രേ, അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമത്രേ, നമ്മുടെ കൂടെ നടപ്പാൻ കെൽപ്പുള്ളൊരു കർത്താവിനെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചത്, ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടത്. ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്. എൻ്റെ ബഹുമാനമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രിയ കൂട്ടരെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ചേർത്തടച്ചിട്ട് കർത്താവിനോട് ശാന്തമായി നമുക്ക് പറയാം. കർത്താവേ, ഒരുപാട് വേദനയും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ താഴാതെ വണ്ണം വീഴാതെ വണ്ണം ഈ പ്രഭാതം വരെയും കൊണ്ടുവന്ന അങ്ങയുടെ വലിയ അത്ഭുതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഈ ശബ്ദം കേട്ട എൻ്റെ ബഹുമാനമുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത്
ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് കർത്താവേ. ലോകക്കാരെ പോലെ, ദൈവമില്ലാത്തവരെ പോലെ പെട്ടെന്ന് ചാടി എന്തെങ്കിലും ചെയ്ത് ആത്മാവിനെ നഷ്ടമാക്കാൻ ഇടയായി തീർന്നില്ലല്ലോ കർത്താവേ. നന്ദി പറയുന്നു. കടഭാരങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോഴും ദൈവ വഴിവിട്ട് ചിന്തിപ്പാൻ ഇടയായില്ലല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രഭാതം ഞങ്ങൾ കേട്ട തിരുവചനത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ഒത്തിരി ആശ്രയിച്ചു, ഞങ്ങൾ ഒത്തിരി ട്രസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒത്തിരി വിശ്വസിച്ചു. എന്നെ സഹായിപ്പാൻ ഒരു മനുഷ്യനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അതൊക്കെ പാഴ്ചിന്തയായിരുന്നു കർത്താവേ. അവിടെ വചനം ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് കേട്ടു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ആശ്രയം യേശുവിൽ ഞങ്ങൾ വെക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് വേണ്ടി മറുപടി അയക്കണം. ബഹുമാനമുള്ള എല്ലാ ഗാഡ്ഗോസ് മിനിസ്ട്രിയുടെ അഭിഷിക്തന്മാർക്കായി, കുടുംബങ്ങൾക്കായി, എല്ലാവർക്കായി രാവിലെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് അർഹിക്കുന്ന നന്മകൾക്കുള്ള വഴികളെ ദൈവം തുറക്കണമേ എന്ന് ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട എൻ്റെ എല്ലാ ബഹുമാനമുള്ള കുടുംബങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. இயேசு கிறிஸ்து சிந்திய இரத்தத்தாலும் தாங்கள் சாட்சி பகர்ந்த வசனத்தாலும் எதிரியை ஜெயித்தார்கள் என்று திருவெளிப்பாடு 12:11 எழுதப்பட்டிருக்கிறது. ரத்தம் ஜெயம் அறிக்கை செய்வோம். அவருடைய திரு ரத்தம் நமக்கு கொண்டு வரும் நன்மைகளை எல்லாம் பாடலாய் பாடி ஜெயமெடுப்போம். ரத்தத்தினாலே கழுவப்பட்டே, பரிசுத்தமாக்கப்பட்டே. ரத்தத்தினாலே கழுவப்பட்டே, பரிசுத்தமாக்கப்பட்டே. மீட்கப்பட்டே திரு ரத்தத்தால் அலகையின் பிடியை நின்று. மீட்கப்பட்டே திரு ரத்தத்தால் அலகையின் பிடியை நின்று. ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். படைத்தவரே என்னை ஏற்றுக்கொண்டார், சிந்தப்பட்ட திரு ரத்தத்தால். படைத்தவரே என்னை ஏற்றுக்கொண்டார், சிந்தப்பட்ட திரு ரத்தத்தால். பாவம் செய்யாத ஒரு மகனைப் போல பார்க்கின்றார் பரமபிதா. பாவம் செய்யாத ஒரு மகனைப் போல பார்க்கின்றார் பரமபிதா. ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தத்தினாலே கழுவப்பட்டே, பரிசுத்தமாக்கப்பட்டே. ரத்தத்தினாலே கழுவப்பட்டே, பரிசுத்தமாக்கப்பட்டே.
சார்பில் தேவனை நோக்கி தொடர்ந்து கூப்பிடும் ரத்தம். என் சார்பில் தேவனை நோக்கி தொடர்ந்து கூப்பிடும் ரத்தம். அருள் நிறைந்த இறையாரி அணையை துணிவுடன் அணுகிச் செல்வோ. அருள் நிறைந்த இறையாரி அணையை துணிவுடன் அணுகிச் செல்வோ. ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தத்தினாலே கழுவப்பட்டே பரிசுத்தமாக்கப்பட்டே. ரத்தத்தினாலே கழுவப்பட்டே பரிசுத்தமாக்கப்பட்டே. கவசம் என் தலை கவசம், இயேசுவின் திரு ரத்தமே. போர்க்கவசம் என் தலை கவசம், இயேசுவின் திரு ரத்தமே. தீய ஆவி அணுகாது, தீங்கிழைக்க முடியாது. எந்த தீய ஆவியும் அணுகாது, தீங்கிழைக்க முடியாது. ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தத்தினாலே கழுவப்பட்டே பரிசுத்தமாக்கப்பட்டே. ரத்தத்தினாலே கழுவப்பட்டே பரிசுத்தமாக்கப்பட்டே. மீட்கப்பட்டே திரு ரத்தத்தால் அலகையின் பிடி நின்று. மீட்கப்பட்டே திரு ரத்தத்தால் அலகையின் பிடி நின்று. ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம்.